IPL വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ IPL ആദ്യമായൊരു ടീം 2026 ഈ സീസണിൽ പ്ലേ ഓഫിൽ കടക്കുന്നു. അത് പഞ്ചാബല്ല, സൺറൈസേഴ്സ് അല്ല, കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ കിങ് കോഹ്ലിയുടെ RCB റോയൽ ചലഞ്ചേഴ്സ് ഓഫ് ബാംഗ്ലൂർ. ഞായറാഴ്ച നടന്ന കളിയിൽ അവർ പഞ്ചാബിനെ തോൽപ്പിച്ചു. എനിക്ക് വയ്യ, പഞ്ചാബ് പിന്നെയും തോറ്റു. തുടർച്ചയായ 6 ജയം പഞ്ചാബ്, തുടർച്ചയായ 6 തോൽവി പഞ്ചാബ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് പഞ്ചാബിൻ്റെ കാര്യം കേട്ടോ. പഞ്ചാബിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ RCB കൂടി പഞ്ചാബിന് തോൽപ്പിച്ചു. ഞായറാഴ്ച ആദ്യം നടന്ന കളിയിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ പഞ്ചാബിനെ തോൽപ്പിച്ചു. കളിയിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. എന്തായാലും ഈ ജയത്തോടു കൂടി RCB പ്ലേ ഓഫിൽ കടന്നു 18 പോയിൻറ്റോട് കൂടി. പഞ്ചാബ് 4ാം സ്ഥാനത്ത് തന്നെ 12 പോയിൻറ്റോട് കൂടി ഇപ്പോഴും കിതയ്ക്കുന്നു. കുതിച്ച് പാഞ്ഞിരുന്ന പഞ്ചാബ് ഇപ്പോൾ കിതച്ചിരിക്കുന്നു. ഒന്നും പറയാനില്ല. ഓരോ അവസ്ഥകളെ. ഇതിൻ്റെ ഗോളടിച്ചത്, സത്യം പറഞ്ഞാൽ ഗോളടിച്ചത് CSKക്കാണ്. ഇപ്പോഴും CSKക്ക് ചാൻസ് ഉണ്ട്. കാരണം ഇന്ന് ഞായറാഴ്ച വന്ന 2ാമത്തെ മത്സരത്തിൽ ഡൽഹി രാജസ്ഥാൻ റോയൽസ് ആയിരുന്നു. അതിൽ ഡൽഹി ജയിച്ചു, രാജസ്ഥാൻ തോറ്റു. ഇപ്പോൾ രാജസ്ഥാനും CSKയും യഥാക്രമം 5ാം സ്ഥാനത്തും 6ാം സ്ഥാനത്തും കിടക്കുന്നത്. രാജസ്ഥാൻ 2ാം സ്ഥാനത്തും CSK 6ാം സ്ഥാനത്തും. ഒരേ സെയിം കളി കളിച്ചു, സെയിം പോയിന്റ്, സെയിം നെറ്റ് റൺ റേറ്റ്. ആലോചിക്കണം. അങ്ങനെ യഥാക്രമം 5, 6 സ്ഥാനത്ത് അവർ കിടക്കുന്നത്. ഇപ്പോൾ എന്തായാലും CSK ഒരു കളി ജയിച്ചു കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ജയിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അത് CSK 4ാം സ്ഥാനത്ത് അല്ലെങ്കിൽ 3ാം സ്ഥാനത്തേക്ക് എത്തും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചാബിന് മറികടന്ന് മേലേക്ക് കയറും. ഇതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ രാജസ്ഥാൻ റോയൽസിനുള്ളത്. നെറ്റ് റൺ റേറ്റ് വലിയൊരു കളി കളിക്കും. അപ്പോൾ ഇന്നത്തെ 2 കളിയിൽ, ഫസ്റ്റ് നടന്ന കളിയിൽ പഞ്ചാബിനെ തോൽപ്പിച്ചു RCB, പ്ലേ ഓഫിൽ കയറി. 2ാം നടന്ന കളിയിൽ ഡൽഹി രാജസ്ഥാനെ തോൽപ്പിച്ചു. ഡൽഹിക്കും സാധ്യത ഇപ്പോൾ ഓപ്പണായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ നെറ്റ് റൺ റേറ്റ് കുറവാണ്. ബാക്കിയുള്ള ടീമുകളുടെ വിജയപരാജയങ്ങൾ അനുസരിച്ചിരിക്കും ഡൽഹിയുടെ കാര്യം. പക്ഷേ ഒന്നുകൂടി എനിക്ക് ഹൈ ചാൻസ് കാണുന്നത് നമ്മുടെ CSKക്ക് തന്നെയാണ്. CSK അടുത്ത മത്സരം എന്തായാലും ജയിച്ചേ പറ്റൂ. ജയിച്ച് ആ ടോപ്പ് 4ലേക്ക് ഒന്ന് എത്തിപ്പെടണം. ഇനി എല്ലാ മത്സരവും CSK ജയിച്ചാൽ CSKക്ക് പ്ലേ ഓഫ് ഉറപ്പാണ്. പഞ്ചാബിൻ്റെ കാര്യം ഒന്നുകൂടി പരുങ്ങലായി. ഇനിയുള്ള അവരെല്ലാ കളിയും ജയിക്കണം. ബാക്കിയുള്ള ടീമുകളുടെ ഇത് കൂടി നോക്കിയിട്ട് വേണം ഇരിക്കാൻ. കാരണം നെറ്റ് റൺ റേറ്റ് ഇപ്പോൾ തുടർച്ച 6 കളി തോറ്റ കാരണം നെറ്റ് റൺ റേറ്റും ഭീമമായി ഇടിഞ്ഞിട്ടുണ്ടാവും. കാരണം കൊണ്ട് അതും കൂടി അവർക്ക് അത് ശ്രദ്ധിച്ചേ പറ്റൂ. അപ്പോൾ IPL എന്തായാലും ആവേശകരമായ പ്ലേ ഓഫ് ഫൈറ്റിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 1ാം സ്ഥാനം 2ാം സ്ഥാനം ഏതാണ്ട് സേഫാണ്. പക്ഷേ 3ഉം 4ഉം അത്രയ്ക്ക് സേഫ് അല്ല. അത് കാരണം കൊണ്ട് ഇനിയുള്ള മത്സരങ്ങളൊക്കെ ഓരോ ടീമിനും ജയപരാജയങ്ങൾ അനുസരിച്ചിട്ട് മേലോട്ടും താഴോട്ടും നീങ്ങാനുള്ള സാധ്യത ഉണ്ട്.